അതുകൊണ്ട് ദരിദ്രനാവ് തുടരുന്നതിന്റെ പിന്നിൽ അവൻ ദരിദ്രനാവാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു രഹസ്യം കിടപ്പുണ്ട്. ഇങ്ങനെയൊക്കെ മതി, ഞാൻ ഇപ്പം ഇങ്ങനെ ദരിദ്രനായിട്ട് ഇങ്ങനെ തെണ്ടിങ്ങാണ്ട് നടന്നാൽ മതി എന്നുള്ള ഒരു സംഗതി അതിന്റെ ബാക്കിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മാറ്റണം, അത് മാറ്റണം. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓസി വേണ്ട എന്ന് പറഞ്ഞാല് സ്വതക്ക നല്ലതല്ല. ഏറ്റവും ബർക്കത്ത് കുറഞ്ഞ മുതൽ സക്കാത്താണ്. ബർക്കത്തേ ഇല്ല ആ സാധനത്തിന്. ഉണ്ടെങ്കിൽ തങ്ങന്മാർക്ക് കൊടുക്കാൻ പറയുമല്ലോ, ഓർക്ക് കൊടുക്കാൻ പറ്റൂല എന്നാ പറഞ്ഞത്. തീരെ വെറുതെ കിട്ടണ മുതൽ 4 ഒന്ന് സക്കാത്ത്, സ്വതക്ക, ഹിബത്ത്, ഹദിയ. ഇതിൽ തീരെ ബർക്കത്തില്ലാത്ത മുതലാണ് സക്കാത്ത്. അതിന്റെ നേരെ മേലെയാണ് സ്വതക്ക, അതിൻ്റെ മേലെയാണ് ഹിബത്ത്, അതിൻ്റെ മേലെയാണ് ഹദിയ. ഏറ്റവും നല്ല വരുമാനം ഹദിയയാണ്, മുഹമ്മദ് നബിയുടെ വരുമാനം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് എന്തായിരുന്നു പണി? ഒരു പണിയില്ല. പിന്നെ എങ്ങനെ ജീവിച്ചിരുന്നത്? ഹദിയ. ഏറ്റവും നല്ല വരുമാനമാണ് ഹദിയ. ഹദിയായി കിട്ടുന്നത്, സമ്മാനമായി കിട്ടുന്നത്, ബഹുമാനാർത്ഥം നൽകപ്പെടുന്നത്, അതിനാണ് ഹദിയ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും നല്ല വരുമാനം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരുമാനം ഹദിയയായിരുന്നു. ഹദിയ ആർക്കും കൊടുക്കാം, ആർക്കും വാങ്ങാം. ഏത് മനുഷ്യനും ഹദിയ കൊടുക്കാൻ പറ്റും, ഏതാൾക്കും ഹദിയ വാങ്ങാൻ പറ്റും. ഏറ്റവും ബർക്കത്തുള്ള വരുമാനമാണ് ഹദിയ. ഒരു വേള ശമ്പളത്തേക്കാൾ ബർക്കത്തുണ്ടായിരിക്കും ഹദിയക്ക്. ശമ്പളത്തിൽ ബർക്കത്തുണ്ടാണെങ്കിൽ വാങ്ങുന്ന ശമ്പളത്തേക്കാൾ ജോലി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഹദിയക്ക് ആ പ്രശ്നമില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല വരുമാനമാണ് ഹദിയ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരുമാനമായിരുന്നു ഹദിയ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് സക്കാത്ത് കിട്ടിയിട്ടൊന്നും ഒരാൾ മുതലാളിയാകുക എന്നുള്ളത് ഉണ്ടാവില്ല. സ്വതക്ക കിട്ടിയിട്ടും ഒരാൾ മുതലാളിയാകുക എന്നത് ഉണ്ടാവില്ല. അപ്പൊ അതൊട്ട് നമ്മൾ ആഗ്രഹിക്കാനും പാടില്ല. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നിങ്ങളെ തോട്ടം വേണ്ട, എനിക്ക് അങ്ങാടിയില്, മാർക്കറ്റില്, ചന്തയില് കച്ചവടം കിട്ടുന്ന സ്ഥലം ഏതാന്ന് പറഞ്ഞെന്നാ മതി. കരണ്ട് പോയി. അപ്പൊ ഞാൻ എന്താ മൈക്കുണ്ട് അല്ലേ? അത് മതിയല്ലോ. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. ഒരു യാ നബി അല്ലേ? യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. أشرق البدر علينا واختفت منه البدور مثل حسنك ما رأينا قط يا وجه السرور يا نبي സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. അപ്പൊ അങ്ങാടിയില് കച്ചവടം കിട്ടുന്ന സ്ഥലം കാണിച്ചെന്നാ. എല്ലായിടത്തും കച്ചവടം കിട്ടൂല എന്നാണ്. കച്ചവടം കിട്ടുന്ന സ്ഥലം, ചില സ്ഥലം ഉണ്ട്, അവിടെ ഇരുന്നാലേ കിട്ടുള്ളൂ. ഒരാൾക്ക് കച്ചവടം കിട്ടിയോടത്ത് എല്ലാവർക്കും കിട്ടും, ഒരാൾക്ക് കിട്ടാത്തോടത്ത് ആർക്കും കിട്ടൂല. മാർക്കറ്റിൽ കച്ചവടം കിട്ടുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരികയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് പോയി. കച്ചവടം കിട്ടുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു. എന്തോ കയ്യിലുണ്ടായിരുന്ന ചില്ലറ പൈസക്ക് എന്തോ ഒരു സാധനം വാങ്ങിയിട്ട് ഒരു ടവല് വിരിച്ചുകാണ്ട് അതിൽ വെച്ചുകാണ്ട് അവിടെ ഇരുന്നു. വിരിക്കാൻ ഇല്ലാതെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, കൊടുക്കാനുള്ളതെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. ചെറിയൊരു ലാഭം കൂട്ടി പറഞ്ഞു, അത് കിട്ടി. അതും കൂടിയും കൂട്ടിയാണ്ട് വേറെ സാധനം വാങ്ങി, അതും കൂടിയും കൂട്ടിയാണ്ട് വേറെ വാങ്ങി, അതും കൂടിയും കൂട്ടിയാണ്ട് വേറെ വാങ്ങി, അതും കൂടിയും കൂട്ടിയാണ്ട് വേറെ വാങ്ങി. അങ്ങനെ വലിയ കച്ചവടക്കാരനെ. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്കെന്നെ എന്നെ പേടിയാൽ തുടങ്ങി. വെറുതെ കല്ല് പൊന്തിച്ചു നോക്കിയാൽ അതിൻ്റെ താഴെ എന്തേലും ഉണ്ടാവുമോ എന്ന് എനിക്ക് തോന്നുക. വെറുതെ ഇങ്ങനെ കല്ല് പൊന്തിച്ചു നോക്കിയാൽ സ്വർണ്ണോ വെള്ളിയോ, അവിടെ കല്ല് പൊന്തിച്ചു നോക്കിയാൽ അതിൻ്റെ ചോട്ടിൽ സ്വർണ്ണോ വെള്ളിയോ എന്തേലും ഉണ്ടാവോ എന്നെനിക്ക് തോന്നുന്നു. അതിനത്ര
തൊട്ടതൊക്കെ ലാഭാകുകയെന്ന് ചില ആൾക്കാർക്ക് അങ്ങനെ. എന്താ അബ്ദുറഹ്മാൻ ഔഫ് ഉണ്ടായത്? ഓസി വേണ്ടാന്ന് വെച്ചു. ഓസിക്കുള്ളത് വേണ്ടാന്ന് വെച്ചു. അതിലാണ് കിട്ടി മൂപ്പർക്ക് ഇഷ്ടം പോലെ. അങ്ങനെ